എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് എവിടേക്കോ പോവുകയാണ്. മാർക്കറ്റിന് താഴേക്ക് വരാൻ യാതൊരു ഉദ്ദേശമില്ലാത്ത രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ല ബെയറിഷിലേക്ക് വരുന്ന രീതിയൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ ഇന്നത്തെ ദിവസം ആ ബെയറിഷിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് മാർക്കറ്റ്, അതായത് ബാങ്ക് നിഫ്റ്റി പോലും ഇപ്പൊ തിരിച്ച് മുകളിലേക്ക് കയറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് മൊമെന്റ്, അതായത് മുന്നേ ഉള്ള കാലഘട്ടത്തിലൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടുവരുന്നതായിട്ട് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നു. എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിരുന്നതാണ്. HDFC ബാങ്കിന്റെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ADR-ൽ കണ്ടു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ആ ADR-ൽ കണ്ട ആ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു ഗ്യാപ്പ് അപ്പ് എന്ന രീതിയിൽ ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നോക്കൂ, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ലഭിച്ച ശേഷം നമ്മൾ വിചാരിച്ചു ചിലപ്പം അവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് താഴേക്ക് വരാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണ്? തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. പക്ഷെ വന്നു എങ്കിലും എന്താണ്, അതിശക്തമായി താഴെ നിന്നും മുകളിലേക്ക് ബൈയിങ് നടക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അത് പൊതുവെ ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. വളരെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ താഴെ നിന്നും ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കുറെ നാളായിട്ട് ഉള്ള അനുഭവമാണ് അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതേ ഭാഗത്ത് തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് കൺസോൾഡേറ്റ് ചെയ്തു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ലൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റ് ആണ് എന്ന് നമുക്ക് വ്യക്തമായ ധാരണ വന്നിട്ടുണ്ട്. ഇനി നാളത്തെ ഒരു ട്രേഡിന്റെ ഒരു രീതി മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇൻട്രാഡേ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ട്രേഡിന്റെ ഒരു സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് അറിയാം. കൂടുതൽ നമ്മൾ ഇൻട്രാഡേ അല്ല, നമ്മൾ പൊസിഷണൽ രീതിയിലുള്ള ട്രേഡ് എടുക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഇൻട്രാഡേ രീതിയിലൊക്കെ കളിക്കുന്ന ആളുകളുടെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു വിട്ടേക്കാം. നോക്കൂ, ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഏരിയ എല്ലാം കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. കുറെ വരയും കുറിയൊക്കെ ഉണ്ട്, ക്ഷമിക്കുക, സാരമല്ല, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, ഇനി ഞാൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഹൈ നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ ഒരു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത്, അതായത് ഇപ്പോഴുള്ള ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റും 300-ന് മുകളിലേക്ക് കുതിച്ചു പോകുന്നു എന്ന് നോക്കാം. ഇനി അതല്ല, താഴേക്ക് വന്നാലോ? താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ ഒരു റേഞ്ച്, അതായത് മുന്നേ ഉണ്ടായിരുന്ന, നമുക്കറിയാം, നോക്കൂ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷനാണ് താഴേക്ക് മാർക്കറ്റ് വന്നത് അല്ലേ? അപ്പോ ആ ഒരു റേഞ്ചിനെ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് എന്നതാണ് സത്യം. നോക്കൂ, അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് വളരെ പ്രധാനം, 24,230 എന്ന ആ ഒരു ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു എന്ന് തീർച്ചയായിട്ടും നോക്കുക. അതല്ല, മാർക്കറ്റ് ഏറെക്കുറെ മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഇവിടെ തന്നെ ഈ ഒരു റേഞ്ചിനകത്ത് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്ന് നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് ഒരുപാട് ഗുണങ്ങളുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓപ്ഷൻ സെല്ലേഴ്സിന് ഗുണം വേണമെങ്കിൽ ഇതേ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, തീർച്ചയായിട്ടും അവർ പൈസ ഉണ്ടാക്കും. ഇനി അതല്ല, ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ടോ അതല്ലെങ്കിൽ താഴേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ട്രേഡുകൾ നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ. ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ് പിന്നെയുള്ള പ്രധാനപ്പെട്ട റേഞ്ച് എന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇത് വരച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും തത്വത്തിൽ നോക്കൂ, ഈ ഒരു റേഞ്ച് വരെ, ഒരു 24,200 എന്ന ആ ഒരു റേഞ്ച് വരെ തീർച്ചയായിട്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ ശക്തമായി താഴേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അതല്ല, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ശരിക്കും ഒരു നീലാകാശം പോലെ കിടക്കുന്ന ഭാഗമാണ്. എവർടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റാണ്. നമുക്കറിയില്ല എവിടെ പോകുന്നു. പക്ഷേ എങ്കിലും നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കുക. എങ്ങനെയാണ്? ഞാനിവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് പലതും. കാരണം ഞാൻ മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളും ഞാൻ ഇതുപോലെ വരച്ചു വെക്കാറുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിം അല്ല, നമുക്കിനി ഒരു 1 അവർ ടൈം ഫ്രെയിം എടുക്കാം. 1 അവർ വെച്ചല്ല കറക്റ്റ് നോക്കിയത്, 1 ഡേ ചാർട്ട് ആയിരുന്നു. എങ്കിലും ഒന്ന് 1 അവർ എടുത്തൊന്ന് നോക്കുകയാണ്. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് 1 അവർ എടുത്തു കഴിഞ്ഞാൽ ഇല്ല, നടക്കില്ല. ഞാനത് വരച്ചിരുന്നത് 1 ഡേ ചാർട്ട് വെച്ചായിരുന്നു. ഓക്കെ, ഈ ഒരു 1 ഡേ ചാർട്ട് വെച്ചായിരുന്നു ഞാൻ വരച്ചിരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് അതിശക്തമായ മൂവ്മെന്റ് മുകളിലോട്ട് ഉണ്ടാവുമ്പോൾ ഏതൊരു ഭാഗമായിരിക്കാം റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് എന്ന് ഞാൻ നോക്കാൻ വേണ്ടി എടുത്തതാണ്. നോക്കൂ, ഇവിടെ നിന്നും ഈ ഒരു പ്രധാന റേഞ്ചിനെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ ഏതൊരു ഭാഗത്തേക്ക് വരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രൈസ് ആക്ഷൻ എന്ന രീതിയിൽ വളരെ കറക്റ്റ് ആയിട്ട് ഈ ഒരു റേഞ്ച് വരെ വരാം. അതായത് 24,500 മാർക്കറ്റ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്.
അതായത് സാധ്യത എന്നാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ശക്തമായി പോയാൽ പരമാവധി പോകാവുന്നത് 24,500 എന്ന റേഞ്ച് ആണ് നല്ല പിന്നീടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഒരു വലിയൊരു റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം എവർടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അല്ലേ. ഇനി അതല്ല, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റേഞ്ചുകൾ കിട്ടും. താഴേക്ക് വന്ന സപ്പോർട്ടുകൾ ഒരുപാടുണ്ടല്ലേ. താഴേക്ക് വന്ന സപ്പോർട്ട് ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം നിങ്ങൾക്ക് വരയ്ക്കാം. അതുപോലെ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ്. ഞാനിത് പല ടൈം ഫ്രെയിം ഇട്ട് വരച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തൽക്കാലം നമ്മളുടെ ആ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടി ഒന്ന് സംസാരിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ചാനൽ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തു ഇവിടെ അല്ലേ. ഈ കഥകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതിനകത്തൂടെ മാർക്കറ്റ് പലതവണ ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് പോവുകയായിരുന്നു. അതിനുശേഷം എവിടെ ബ്രേക്ക് ചെയ്തു? ഈ ഒരു ഭാഗം ബ്രേക്ക് ചെയ്ത ശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിനുശേഷം ഈ ഒരു ചാനലിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം നമ്മൾ ചെറിയൊരു ചാനൽ ഇവിടെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. കണ്ടില്ലേ? അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ, ഇടയ്ക്കിടയ്ക്ക് അവൻ മാറുന്നുണ്ട്. ഇതാണ് റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് ബ്രേക്ക് നടക്കുമെന്ന് നമ്മൾ നോക്കാം എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്ത ശേഷം എന്താ സംഭവിക്കുന്നത്? നല്ല ഒരു മൂവ്മെന്റ് ആണ് ഈ നിമിഷം വരെയും ലഭിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോ ശരിക്കും പ്രൈസ് ആക്ഷൻ എന്നത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇൻഡിക്കേറ്ററിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൈസ് ആക്ഷൻ. നമ്മൾ ചാർട്ട് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡെയിലി ചാർട്ട് ഇങ്ങനെ ഇതുപോലെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് എങ്ങനെ നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ തന്നെ നോക്കൂ, നല്ല രീതിയിൽ താഴെ നിന്നും ഒരു ബൈങ് മുകളിലേക്ക് വന്നിരിക്കുന്നു. ഇതിനെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും ഒരു നല്ല ഒരു മൊമെന്റം ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിനെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിന് വളരെ മുകളിൽ പോയി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിന് ഇന്ന് താഴെയാണോ ക്ലോസ് ചെയ്യുന്നത് അതോ മുകളിലാണോ എന്ന്. കാരണം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിരുന്നു നിഫ്റ്റിയിൽ അല്ലേ. അതുപോലെ തന്നെ ഈ ബെയറിഷ് ക്യാൻഡിലിന് ശേഷം ഇന്നത്തെ ക്യാൻഡിൽ ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്തെങ്കിൽ നിഫ്റ്റിയിൽ തീർച്ചയായിട്ടും ഒരു ബെയറിഷ് രീതിയിലേക്ക് നിഫ്റ്റി വന്നേനെ. കാരണം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും അങ്ങനെ വരാനുള്ള സാധ്യത കൂടിയേനെ. പക്ഷേ എന്താണ് ഇന്ന് സംഭവിച്ചത്? അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതിന് നമ്മളെ സഹായിച്ച ആരൊക്കെയാണ്? ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ HDFC ബാങ്ക് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. HDFC ബാങ്ക് നോക്കൂ എത്ര ശതമാനമാണ്. തുടക്കത്തിലെ ഒരു നല്ല മൂവ്മെന്റ് നടത്തിയെങ്കിലും അവസാനം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. പക്ഷെ ആ നിമിഷം 2% മുകളിലേക്ക് പോയി 3% പുറത്തൊക്കെ പോയതാണ്. അപ്പോൾ 2% മുകളിലേക്ക് പോയി. അതുപോലെ തന്നെ HDFCയുടെ കഥയാണ് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും കൂടെ സപ്പോർട്ട് ബാക്കിയുള്ള ബാങ്ക് കൂടി നടത്തിയപ്പോൾ അതിഗംഭീരമായിട്ട് മാർക്കറ്റും ആക്സിസ് ബാങ്കും 2%, അതുപോലെ തന്നെ ഇൻഡസിൻ ബാങ്ക് ഒരു 2%, SBIയും വെറുതെ പോയില്ല, നല്ല രീതിയിൽ കൂടെ വെച്ച് പിടിച്ചു. വെയിറ്റേജ് ഉള്ള ഇതുപോലുള്ള സ്റ്റോക്കുകൾ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും നമ്മളുടെ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെന്റ് എന്നാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോൾ നിലവിൽ ശരിക്കും ADR റിലയൻസിന്റെ കാണിക്കുന്നത് തന്നെ ഒരു 5% മുകളിൽ ഒരു ഹൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി അറിയില്ല ഇനി എങ്ങനെയാവും അത് എന്ന്. എങ്ങനെ വന്നാലും നമ്മുടെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് രീതിയാണ്. പിന്നെ ഇന്ന് പറയാനുള്ളത് അമേരിക്കൻ മാർക്കറ്റ് ഇന്ന് ഒരു ഹാഫ് ഡേ മാത്രമാണ്. നാളെ അമേരിക്കൻ മാർക്കറ്റ് ഓഫുമാണ്. ഇത് മനസ്സിൽ വെക്കുക. അപ്പോൾ പലപ്പോഴും അമേരിക്കൻ മാർക്കറ്റിന്റെ ഒരു രീതി അനുസരിച്ച് ഇനി നമ്മുടെ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനി യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. പിന്നെ നമ്മളുടെ ഗ്ലോബൽ ബേസിലുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ എടുത്തു പറയാനുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നമ്മളുടെ Q1 റിസൾട്ട് ആണ് ഇനി വരാൻ പോകുന്നത് മുന്നോട്ടുള്ള ആഴ്ചകളിലൊക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റൊക്കെ ഇനി അങ്ങനെയായിരിക്കും മൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് മാർക്കറ്റ് ഓരോ സ്റ്റോക്കിന്റെ ആ റിസൾട്ട് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെ റിസൾട്ട് വരുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഹൈലി വോളറ്റിലായിരിക്കും. മുകളിലേക്കും താഴേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു മെഗാ ഇവന്റ് വരാൻ പോകുന്നത് എന്താണ്? ഈ മാസം അവസാനത്തോടു കൂടി എന്ത് വരുന്നു? നമ്മളുടെ ബഡ്ജറ്റ് വരുന്നു. അതും മനസ്സിൽ വെക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബാങ്ക് നിഫ്റ്റി നോക്കൂ, ശരിക്കും നമ്മൾ നേരത്തെ വരച്ചിരുന്ന ആ ഒരു ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു ബെയറിഷിലേക്ക് മാർക്കറ്റ് വീണു. നോക്കൂ, ഞാൻ ഇവിടെ വരച്ചിരുന്നതാണ് കറക്റ്റ് ആയിട്ട് മുന്നേ ഉള്ള ദിവസം. അതിനുശേഷം മാർക്കറ്റ് നോക്കൂ അവിടെ കറക്റ്റ് തട്ടി താഴേക്ക് വന്നുവെങ്കിലും വീണ്ടും ശക്തമായ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ലാസ്റ്റ് ഡേ ഫോം ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിച്ചു തീർച്ചയായിട്ടും മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ ഇവിടെ വന്ന് കയറിപ്പോവുകയോ അതല്ല ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ല ബെയറിഷിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്? ബാങ്ക് നിഫ്റ്റി അതിന്റെ വളരെ പ്രധാനപ്പെട്ട 53,000 എന്ന ഒരു പ്രധാന റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ഒരു ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു നല്ല മൂവ്മെന്റ് ഒക്കെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്കും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബെയറിഷ് രീതി എങ്ങനെ ഇല്ലാതായി? കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിനേക്കാൾ വളരെ മുകളിൽ പോയി ബാങ്ക് നിഫ്റ്റി മുകളിൽ ക്ലോസ് ചെയ്തതായിട്ടും കാണുവാൻ സാധിക്കുന്നു. 53,000 മുകളിൽ ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ
നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച അത്ര ബെയറിഷിലേക്ക് മാർക്കറ്റ് വീഴില്ല എന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ എല്ലാവർക്കും നൽകുന്നത്. നമുക്കിനി ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓവറോൾ ഉള്ള OA ബിൽഡപ്പ് നോക്കുകയാണ് എങ്കിൽ നോക്കൂ, ഇവിടെ വളരെ വ്യക്തമാണ്. PCR 1.13 ആണ്. അറ്റ് മണി നോക്കി കഴിഞ്ഞാൽ തന്നെ 0.85 ആണ്. അപ്പൊ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണെന്ന് കാണുവാൻ സാധിക്കുന്നു. നല്ല രീതിയിലുള്ള പുട്ട് സെല്ലേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അതായത് സപ്പോർട്ടിനുള്ള സാധ്യത വളരെ കൂടുതലും. എന്നാൽ ഇവിടെ നോക്കൂ, 24,300 നിന്ന് ആളുകളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? ശരിക്കും ഒരു 24,500 തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഗാ റെസിസ്റ്റൻസ് എന്ന് ഈ നിലവിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എടുത്തു നോക്കുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കും. നോക്കൂ, ഇന്നത്തെ ഒരു ഫുൾ ഡേ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നടന്നിരിക്കുന്നത്? നല്ല രീതിയിലുള്ള പുട്ട് സെല്ലേഴ്സ് മാർക്കറ്റിൽ കയറി കൂടിയിരിക്കുന്നു. നമുക്കവിടെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. കാൾ സെല്ലേഴ്സ് എല്ലാം 24,200 നിന്ന് വരെ അൺവൈൻഡിങ് ആവുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല, നോക്കൂ, 24,300 അവസാന നിമിഷം നല്ലൊരു അൺവൈൻഡിങ് ശരിക്കും നടന്നിട്ടുണ്ട്. പുട്ട് സെല്ലേഴ്സ് വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും കാണുവാൻ സാധിച്ചു. ഞാൻ ഓൾറെഡി നമ്മളുടെ ഗ്രൂപ്പിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തതാണ്. അതായത് കോമൺ ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു, നല്ല രീതിയിൽ കാൾ സെല്ലേഴ്സിന്റെ അൺവൈൻഡിങ് ഉണ്ടാവുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് വ്യക്തമായിട്ട് കൊടുത്തിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഒരു മുകളിൽ നിന്ന് താഴേക്ക് ഒരു ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത ഉണ്ടെന്ന് പലരും വിചാരിച്ചു. പക്ഷെ നടന്ന എന്താണ്? മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് അവസാന നിമിഷം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയും 300-നെ ഒന്ന് കടത്തി വെട്ടി 300-ന് അടുത്ത് തന്നെ വന്ന്, അതായത് 24,300-ന് അടുത്ത് തന്നെ ക്ലോസും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് മൊമെന്റ് ഉണ്ട്. ഇങ്ങനത്തെ മാർക്കറ്റ് കയറി ഷോർട്ട് ചെയ്യാതിരിക്കുക, മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആഴ്ച ഞങ്ങളുടെ ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ കോഴ്സ് എടുത്തവർക്ക് അറിയാം. 3 സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു. 3 നല്ല പ്രോഫിറ്റ് തന്നെ പോകുന്നത്. അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇൻഡെക്സ് ഓപ്ഷനിൽ എന്താണ് FIAസും DIAസും പ്രോസും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നേരെ നമുക്ക് FIAസിന്റെ കേസിലേക്ക് വരാം. നോക്കൂ, FIAസ് ഇവിടെ കോൾ ബൈ ചെയ്തേക്കുന്നത്, അതായത് ഇന്ന് കോൾ ബൈ ചെയ്തേക്കുന്നത് എത്രയാണ്? ഒരു 3 ലക്ഷത്തിനടുത്ത് ഏറെക്കുറെ അവർ കോൾ ബൈ ചെയ്തേക്കുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾ നേരെ ഇങ്ങോട്ട് ആ ചേഞ്ചസിലേക്ക് വന്നേ നോക്കൂ, 1.64 ലാഖിന് അവർ ഇന്നാണ് അത് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നലത്തെ കണ്ടീഷൻ അല്ല, ഇന്നലത്തെ കണ്ടീഷൻ നല്ലൊരു മാറ്റം വന്നു. ഇന്ന് അവർ നല്ല രീതിയിൽ ബൈ ചെയ്തു. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നോക്കാം. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു 1 സംതിങ്ങിന് മാത്രം അവർ ബൈ ചെയ്ത് വെച്ചു. അതിന് മുന്നേ ആണെങ്കിൽ ഒരു ബെയറിഷ് രീതിയാണ് മാർക്കറ്റ്. പക്ഷെ ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നപ്പോൾ FIAസിന്റെ സ്വഭാവം അപ്പാടെ മാറുന്നതാണ് കാണാൻ സാധിക്കും. 3 ലക്ഷത്തിനായിരിക്കുന്നു. അതായത് ഇന്ന് മാത്രം അവർ 1.64 ലക്ഷത്തിന് അവർ ബൈ ചെയ്തു. ഓവറോൾ നോക്കുമ്പോൾ ഒരു 3 ലക്ഷത്തിനടുത്ത് കോൾ ബൈ ചെയ്തേക്കുന്നു. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, പുട്ട് അവരെന്താണ് ചെയ്തിരിക്കുന്നത്? പുട്ട് ബൈ ചെയ്തിരിക്കുന്നു. അതായത് വെറും 1 ലക്ഷത്തി സംതിങ്ങിന് മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ? പുട്ട് ബൈ ചെയ്തിട്ടുള്ളൂ. അത് ബെയറിഷ് ആണ്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ FIAs ഒരു ബുള്ളിഷ് ആണ് കാണുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി നമ്മൾ പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഒരു 1.5 ലക്ഷത്തിന് അവർ കാൾ ബൈ ചെയ്ത് വെച്ചേക്കുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ട് സെല്ല് ചെയ്തേക്കുന്നതും ഒരു 1.3 ലാഖിന് പുട്ട് സെല്ല് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഓവറോൾ അവർ അവിടെ ബുള്ളിഷ് ആണ്. അപ്പോൾ FIAസും പ്രോസും ബുള്ളിഷിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ക്ലയൻസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അവർ ശരിക്കും നോക്കൂ, ഇവിടെ ബെയറിഷ് ആണെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്ലയൻസിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും മാർക്കറ്റ് പോകുന്നത് എന്നാണ് സത്യം. അപ്പോൾ FIAസും പ്രോസും എങ്ങനെയാണ് മാർക്കറ്റിനെ കാണുന്നത്? ബുള്ളിഷ് ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നും ഡാറ്റ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് ഒന്ന് വരാം. ശരിക്കും നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് എന്തായിരിക്കും FIAs ഇന്ന് 5,484 കോടിക്ക് അവർ ബൈ ചെയ്തിരിക്കുക. അവർ ബൈങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇടയ്ക്കൊന്ന് ഒരു 3 ദിവസം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സെല്ല് ചെയ്തു. പിന്നെ കഴിഞ്ഞ ദിവസം 2,000 കോടിക്ക് ശരിയാണ് അവർ സെല്ല് ചെയ്തിരുന്നു. പക്ഷേ അതൊരു ബൾക്ക് ഡീലോ എന്തായാലും ആവാനുള്ള സാധ്യതയായിരിക്കാം കൂടുതലും. കാരണം മാർക്കറ്റിൽ അത് കണ്ടില്ല അധികം. 5,484 നിന്ന് അവർ ബൈ ചെയ്തിരിക്കുന്നു. സന്തോഷം. അതുപോലെ തന്നെ DIAസിന്റെ കേസിൽ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രം അവർ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം കുറെ നാളായിട്ട് അവരിങ്ങനെ ബൈ ചെയ്ത് കയറ്റുമല്ലേ നമ്മുടെ DIAസും. അവർക്ക് ബുക്ക് ചെയ്യണ്ടേ പൈസ. മാർക്കറ്റിൽ അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതും സന്തോഷമുള്ള കാര്യമാണ്. FIAസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ നോക്കൂ, വീണ്ടും അവർ ലോങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇനി DIAസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ DIAസിനെ നമ്മൾ അധികം നോക്കണ്ട. അവർ ചെറിയൊരു ബെയറിഷിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ DIAs അധികം അവരുടെ പാർട്ടിസിപ്പേഷൻ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കുറവാണെന്ന് പറയാം. നമുക്ക് പ്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് അവർ ഒരു ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റിനെ. പക്ഷെ അതിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കുറവാണെന്ന് പറയുന്നതായിരിക്കും ശരി. നമുക്കെപ്പോഴും പ്രാധാന്യം ആരാണ്? നമുക്ക് FIAs തന്നെയാണ് ഇമ്പോർട്ടന്റ്. FIAs ബുള്ളിഷ് തന്നെ നിൽക്കുന്നത്. FIAs എന്താണോ ചെയ്യുന്നത് ശരിക്കും മാർക്കറ്റ് അങ്ങനെയാണ് നീങ്ങാനുള്ള
സാധ്യത കൂടുതൽ. നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കൂ, ഇവിടെ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതായത് തുടർച്ചയായിട്ട് ബൈ ചെയ്യുന്നു, വീണ്ടും കുറച്ച് ദിവസം 1-2 ദിവസം സെല് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും അവർ ബൈയിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു രീതിയാണ് ഇവിടെ FIS കടന്നു പോകുന്നത് ക്യാഷ് മാർക്കറ്റിൽ. നേരെ അവർ ഫ്യൂച്ചറിന്റെ കേസിലേക്ക് എടുത്തു നോക്കിയാലും നമുക്ക് അത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ FIS നല്ലൊരു ബുള്ളിഷിലേക്ക് തന്നെയാണ് കുറെ നാളായിട്ട് നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇനി ഓപ്ഷന്റെ കേസിലേക്ക് വന്ന് നമ്മൾ ഓൾറെഡി നോക്കിയ കഥകളാണ്, അത് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുതരും. ആ അവസരത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ശരിക്കും ഒരുപാട് പ്രീമിയം ഒക്കെ ഇട്ട് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് കീറി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മൾ നമ്മുടെ പൊസിഷനുകൾ എടുക്കാവൂ. വെറുതെ കുറെ പ്രീമിയം കണ്ടുകൊണ്ട് ചാടി കയറി അവിടെ പോയി നമ്മളുടെ ക്യാപിറ്റൽ കൊണ്ട് കളയല്ല. ഈ ഒരു മാർക്കറ്റിൽ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഓപ്ഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇത് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് പോലെ ഓപ്ഷനെ സമീപിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സ്പയറി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ. എല്ലാവർക്കും വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പയറി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.